അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ആർക്കും എന്നെ കണ്ടുകൂടാ, എല്ലാവർക്കും എന്നോട് പുച്ഛമാണ്, എനിക്കൊരു വിലയുമില്ല. വിഷമിക്കേണ്ട, ഈ ദിക്ർ ചൊല്ലുക. സമൂഹത്തിൽ വില ഉണ്ടാവാനും കുടുംബത്തിൽ വില ഉണ്ടാവാനും പലർക്കും പലപ്പോഴും ഒറ്റപ്പെടുന്നത് പോലെ തോന്നാറുണ്ട്. കുടുംബത്തിൽ ആർക്കും കണ്ടുകൂടാതെ, സമൂഹത്തിൽ ആർക്കും കണ്ടുകൂടാതെ വിഷമം അനുഭവിക്കുന്നവർ ഉണ്ടാകും. എല്ലാവർക്കും എന്നോട് പുച്ഛമാണ്, വെറുപ്പാണ്, യാതൊരു വിലയും ഇല്ലാത്തവനാണ്, കുടുംബത്തിൽ എന്നും ഒറ്റപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള തോന്നലുകൾക്ക്, നെഗറ്റീവ് ചിന്തകൾക്ക് ഇങ്ങനെ അനുഭവമുള്ളവർ ചൊല്ലേണ്ട ദിക്റാണ് പറയാൻ പോകുന്നത്. സമൂഹത്തിൽ വിലയുണ്ടാവാൻ, അന്തസ്സും അഭിമാനവും വർദ്ധിക്കാൻ, നമ്മുടെ വാക്കുകൾക്ക് വില ഉണ്ടാവാൻ, മറ്റുള്ളവരുടെ പുച്ഛം മാറാൻ, സ്ഥാനം ലഭിക്കാൻ, മനോഭാവം മാറി ജനങ്ങൾക്കിടയിൽ സമൂഹത്തിൽ പുച്ഛം മാറി സ്ഥാനമുണ്ടാവാൻ ചൊല്ലേണ്ട ദിക്ർ പറയാം. ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് വില ഉണ്ടാവും, പുച്ഛ മനോഭാവം മാറിക്കിട്ടും, എല്ലാവർക്കിടയിലും വിലയുണ്ടാവും. ദിക്ർ ഇതാണ്: യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ അല്ലാഹ്. യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ അല്ലാഹ്. യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ അല്ലാഹ് എന്ന ഈ ദിക്റുകളാണ് പറയേണ്ടത്. ഈ 3 ഇസ്മുകളുടെ മഹത്വങ്ങൾ വളരെ വലുതാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ നാമമാണ് ഇത്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ടതാണ് ഇത്. യാ അസീസു എന്നാൽ പ്രതാപി, അജയ്യൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. പതിവാക്കിയാൽ അന്തസ്സും പ്രതാപവും കളിയാടും. യാ ജബ്ബാറു എന്നാൽ എല്ലാം അടക്കി ഭരിക്കുന്നവൻ, പരമാധികാരി, ഏകാധിപതി എന്നൊക്കെയാണ് അർത്ഥം. പതിവാക്കിയാൽ ജനങ്ങളെല്ലാം അയാളെ ആദരിക്കും, ബഹുമാനിക്കും, കാണുന്നവരെല്ലാം അയാളുടെ മുന്നിൽ കീഴടങ്ങും. യാ മുതകബ്ബിറു എന്നാൽ അഹങ്കരിക്കുന്നവൻ, മഹത്വം പ്രകടിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇത് പതിവാക്കിയാൽ മഹത്വം ലഭിക്കും, സ്ഥാനം ലഭിക്കും, എല്ലാവരും ഇഷ്ടപ്പെടും. അതിനാൽ ഈ 3 ഇസ്മുകൾ കൂട്ടിച്ചേർത്ത് യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിയാൽ നിങ്ങളുടെ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും, എല്ലാവർക്കിടയിലും വിലയുണ്ടാവും. എല്ലാ സമയത്തും ഈ ദിക്ർ എല്ലാവരും ചൊല്ലുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഇത് ചൊല്ലാം. കഴിയുന്നത്ര ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.